സർ, ഈ ചെയിൻ സ്മോക്കർ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ നോർമൽ ആയിട്ടുള്ള ഡെത്തിലേക്ക് പോവുകയും പക്ഷേ ഒരു സിഗരറ്റ് പോലും സ്മോക്ക് ചെയ്യാത്ത ആളുകൾ ക്യാൻസർ പേഷ്യൻ്റ് ആവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ഇത് ക്യാൻസർ കയറി പിടിക്കുന്നത് ഇമ്മ്യൂണോളജിക്കലി പൂറായിട്ടുള്ള അവയവങ്ങൾ പിടിക്കാൻ വളരെ എളുപ്പമാണ്. അത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ ചില ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സിഗരറ്റ് വലിക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാളുടെ ലങ് വളരെ ഇമ്മ്യൂണോളജിക്കലി ഡെഫിഷ്യൻ്റ് ആയിരിക്കും, എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഒന്നും അല്ലെങ്കിൽ അയാളുടെ കെമിക്കൽ എൻവയൺമെൻറ്റിൽ ശ്വാസം വലിച്ചിട്ട് ഈ സോൾവൻസൊക്കെ ലാബോറട്ടറികളിൽ ഫാക്ടറികളിലൊക്കെ ഇൻഹെയിൽ ചെയ്തിട്ട് അത് മുഴുവൻ ലങ്സിലേക്ക് ലങ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ട് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. സിഗരറ്റ് വലി കൊണ്ട് മാത്രമല്ല, അല്ലാതെയും വരാം. ചില മരുന്നുകളുടെ അമിതമായ ഉപയോഗം കൊണ്ടും വരാം. ടൈഫോയിഡ് വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ ചികിത്സ കൊണ്ട് വരാൻ ചിലർക്ക്. അപ്പോൾ അത് ന്യൂമോണിയ കൊണ്ട് പല സന്ദർഭങ്ങളിൽ അതിനെ കേട്ടിട്ടുണ്ട്. അത് ഒരു റിലേറ്റീവാണ് ആക്ച്വലി ഈ ടെർമിനോളജി. ഇന്ന ആൾക്കത് എന്തുകൊണ്ട് വരുന്നില്ല, പക്ഷേ അങ്ങനെയല്ല. അയാളുടെ അവയവം ഇമ്മ്യൂണോളജിക്കലി ഭയങ്കര വീക്കായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ടായിരിക്കും ആ രോഗം അയാൾക്ക് വന്നിട്ടുണ്ടാകുക. ഇവിടെ ക്യാൻസർ ജീനിൻ്റെ പ്രവർത്തനമുണ്ട് കേട്ടോ. ചിലപ്പോൾ അയാളുടെ കേസിൽ ആ ജീൻ വളരെ ഡോമിനൻ്റ് ആയിരിക്കും. ഈ സിഗരറ്റ് വലിക്കാത്ത ആൾക്കാർക്ക് ലങ് ക്യാൻസർ വരുന്ന കാര്യം. അപ്പോൾ പെട്ടെന്ന് അത് ഫ്ലെയറപ്പ് ചെയ്യും, ടോക്സിൻസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ ചികിത്സിച്ചാൽ ഭേദമാകാത്തൊരവസ്ഥ വരും. അങ്ങനെ സംഭവിക്കാം.